ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മോഹൻലാലിൻ്റെ മകൾ വിസ്മയ മോഹൻലാലിൻ്റെ പുതിയ സിനിമയായിട്ടുള്ള തുടക്കം ഓഗസ്റ്റ് 7 റിലീസാണ്. അതിൻ്റെ പ്രൊമോഷനോടനുബന്ധിച്ചുള്ള ഇൻ്റർവ്യൂവിൻ്റെ തിരക്കിലാണ് വിസ്മയ. എന്താണ് ഈ പെൺകുട്ടി കാണിക്കുന്നത്? ഒരു നിപ്പോക്കിട്ടായിട്ട് കൂടി ഇങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത്? എന്തിനാണ് ഇങ്ങനെ ക്യൂട്ട്നെസ് വാരി വിതറുന്നത്? ചൈൽഡിഷ് ബിഹേവിയർ മാറിയിട്ടില്ലേ ഇതുവരെ? അങ്ങനെ പറഞ്ഞ് നെഗറ്റീവ് കമൻസിൻ്റെ ഒരു കൂനയാണ് ഇവർക്ക് വരുന്ന ഇൻ്റർവ്യൂസിൻ്റെ താഴെ വരുന്നത്. എനിക്ക് തോന്നിയൊരു കാര്യം, ആദ്യമായിട്ട് ഇത്രയും ക്യാമറയും അതേപോലെ തന്നെ ക്രൗഡും ഒക്കെ ഫേസ് ചെയ്യേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്നൊരു ടെൻഷൻ, അത് വിസ്മയുടെ വീഡിയോയിലുള്ള ബോഡി ലാംഗ്വേജും അതേപോലെ തന്നെ സംസാര രീതിയൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. I'm so grateful to be here. I feel like this is just സ്വപ്നമായിരുന്നു. Sorry, I'm okay. Okay, I'm going to speak in English because in Malayalam, if I think about my Malayalam, I'm going to get more nervous. Annie Chada, Jude Chada, thank you so much. Sai Kumar, everybody, Choku, okay, everybody, yeah. Sorry, I'm so nervous, but yeah. I don't know what else to say, but I hope you guys enjoy the movie. അച്ഛനായി കണ്ടു, അതുകൊണ്ട് ഞാൻ അവിടെ എത്തിയപ്പോൾ എല്ലാവരും അച്ഛൻ്റെ കൂടെ ആക്ട് ചെയ്യാൻ പോവാണ്, ലൈക്ക് ആ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. ഐ വാസ് നെർവസ്. ഞാൻ നെർവസ് ആയിരുന്നു. ഇൻ്റർവ്യൂവിന് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് പോലും മറുപടി പറയാനായിട്ട് അവർക്ക് വാക്കുകൾ കിട്ടുന്നില്ല. അവർ കാണിക്കുന്നത് ആംഗ്യ ഭാഷ, അതേപോലെ തന്നെ ബോഡി കൊണ്ടുള്ള ആട്ടൽ, അങ്ങനെയുള്ള ചില കാര്യങ്ങൾ മാത്രമാണ് അവർ കാണിക്കുന്നത്. എത്രയൊക്കെ താരപുത്രൻ്റെ മകളാണെന്ന് പറഞ്ഞാലും അവർക്ക് ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് ഈ മൂവി, അതേപോലെ ലൊക്കേഷൻ, ഇൻ്റർവ്യൂ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ടെൻഷൻ ഉണ്ടാവും. അതുകൊണ്ടാണ് വാക്കുകൾ കിട്ടാത്തതും സംസാരിക്കാൻ പറ്റാത്തതും. ഈ ടെൻഷൻ, അതേപോലെ ക്രൗഡിനെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, അതൊക്കെ സാധാരണക്കാർക്ക് മാത്രമല്ല, നെപ്പോക്കിഡ് ആയിട്ടുള്ളവർക്കും ഉണ്ടാവും. അതാണ് വിസ്മയിലൂടെ കാണുന്നത്. അല്ലാതെ അവർ ഷോ കാണിക്കുന്നതോ ക്യൂട്ട്നെസ് വാരി വിതറുന്നതോ ആംഗ്യഭാഷ മനഃപൂർവ്വം കാണിക്കുന്നതൊന്നുമല്ല. പുറത്തെ രാജ്യങ്ങളിൽ പഠിച്ചു വന്നൊരു പെൺകുട്ടി 32 വർഷത്തിന് ശേഷം ആദ്യമായിട്ടൊരു മൂവിയിൽ അഭിനയിക്കുന്നു. അതും ഒത്തിരി അധികം സിനിമകൾ ചെയ്ത, ഏകദേശം 1980 മുതൽ 2026 വരെ, അതായത് ഈ വർഷം വരെ ഇത്രയധികം വർഷം മലയാളികളുടെ മനസ്സിൽ ഒരു സ്ഥാനമുള്ള തൻ്റെ അച്ഛൻ്റെ ഒപ്പം, എന്നിട്ടും അവർ സംസാരിക്കുന്ന ആ ഒരു ഭാഷ, അത് നമ്മൾ ശ്രദ്ധിക്കണം. മലയാളം കിട്ടാഞ്ഞിട്ട് പോലും അവർ തപ്പിപ്പിടിച്ചൊക്കെ സംസാരിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അല്ലാതെ ഇപ്പോഴത്തെ പുരോഗമന ചിന്താഗതികളായിട്ടുള്ള ആൾക്കാരുടെ ചിന്താഗതിയുള്ളവരുടെ ഇപ്പോഴത്തെ പുരോഗമനവാദികളുടെ പോലെ വാ നിറയെ ഇംഗ്ലീഷ് കുത്തിക്കയറ്റി അത് ഇപ്പോഴത്തെ പുരോഗമനവാദികളെ പോലെ വാ നിറയെ ഇംഗ്ലീഷ് കുത്തി നിറച്ചിട്ട് അത് തുപ്പുന്നില്ല. പിന്നെ ഞാൻ ശ്രദ്ധിച്ച മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിസ്മയ തന്നോട് സംസാരിക്കുന്ന അല്ലെങ്കിൽ തന്നോട് ചോദ്യങ്ങൾ ചോദിക്കുന്ന എല്ലാവർക്കും മറുപടി നൽകുന്നുണ്ട്, എല്ലാവരെയും ഹഗ് ചെയ്യുന്നുണ്ട്. അല്ലാതെ ജാട കാണിക്കുകയോ മാറി നിൽക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് കുറച്ച് വീഡിയോസ് കൂടെ കാണാം. ഞങ്ങൾക്ക് തന്നെ കുറച്ച് ടെൻഷനും ആകാംക്ഷയൊക്കെ ഉണ്ട്. എന്താണ് ചെയ്യാൻ പോകുന്നത്? ട്രെയിലർ ഇംപ്രസീവ് ആണ്, ഇന്റർവ്യൂ കാണുമ്പോൾ നമുക്ക് വളരെ റിലേറ്റബിൾ ആയിട്ട് തോന്നുന്നു. എന്നാലും ഇപ്പൊ തന്നെ കാണുമ്പോൾ കുറച്ച് ടെൻഷൻ ഉള്ള പോലെ തോന്നുന്നു. അല്ലല്ല, ഇത് മാറ്റാൻ, ടെൻഷൻ മാറ്റി വയ്ക്കൂ, അല്ലെങ്കിൽ ഇത് ഈ പ്രഷറിനെ ഹാൻഡിൽ ചെയ്യാൻ ലാലേട്ടൻ എന്തെങ്കിലും ഒരു അച്ഛൻ എന്നുള്ള രീതിയിൽ ഉപദേശിക്കുന്നുണ്ടോ? ഒരു കാര്യമില്ല. ടെൻഷൻ ഞാൻ അവർ തന്നെയല്ലേ മാറ്റി വെക്കേണ്ടത്. ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതൊരു എക്സാം എഴുതിയത് പോലെയാണ്.
നന്നായിട്ട് എഴുതിയാൽ ജയിക്കും, മോശമായിട്ട് എഴുതിയാൽ തോക്കും അല്ലേ? ഇവിടെ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മുന്നിൽ ഉത്തരം നൽകാൻ കഴിയാതെ പകച്ചു നിൽക്കുന്ന മകളെ രക്ഷിക്കുന്ന അച്ഛനെയാണ് നമ്മൾ കാണുന്നത്. ഭയങ്കര പാമ്പറായിട്ട് വളർത്തിയിട്ടുള്ള ഒരു കുട്ടിയാണ് വിസ്മയ. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നതും. അപ്പോൾ കുറച്ച് മൂവീസൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ആൾ ഓക്കെ ആവും. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം.